നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. അതിപ്രധാന വാർത്തകൾ. ഭാരതവുമായി കൂടുതൽ നിക്ഷേപത്തിനൊരുങ്ങി ഖത്തർ. ഭാരതത്തിൽ കൂടുതൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം നടത്താൻ ധാരണ. 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യം ഇരട്ടിയാകും. കരാർ 2028 മുതൽ 20 വർഷക്കാലത്തേക്ക്. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സൗദിയിൽ നിർണായക ചർച്ച. ഡൽഹിയിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. രാംലീല മൈതാനിയിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നാളെ നിയമസഭാ കക്ഷിയോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. ലേഖന വിവാദത്തിന് പിന്നാലെ ശശി തരൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് രാഹുൽ. ഡൽഹിയിൽ തരൂർ രാഹുൽ കൂടിക്കാഴ്ച. സോണിയയും ചർച്ചയിൽ പങ്കെടുക്കുന്നു. യുദ്ധാനന്തരം ഗാസയിലും ഉക്രൈനിലും ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്ക് പുറത്തുവിടാനൊരുങ്ങി ലോകബാങ്ക്. റിപ്പോർട്ട് തയ്യാറാക്കിയത് ഐക്യരാഷ്ട്ര സംഘടനയും യൂറോപ്യൻ യൂണിയനും ചേർന്ന്. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ കേരളം ശക്തമായ നിലയിൽ. 2ാം ദിനം കളി നിർത്തുമ്പോൾ 7 വിക്കറ്റിന് 418 റൺസ്. മുഹമ്മദ് അസറുദ്ദീന് സെഞ്ചുറി. വാർത്തയിലേക്ക്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ വിജയം. അമേരിക്കയും റഷ്യയും യുദ്ധം അവസാനിപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ പ്രതിനിധികളെ നിയോഗിക്കും. സൗദി അറേബ്യയിലാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും കൂടിക്കാഴ്ച നടന്നത്. 4 മണിക്കൂർ നീണ്ട ചർച്ച ഫലപ്രദമെന്ന ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അറിയിച്ചു. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഒരു സമാധാനത്തിലേക്കുള്ള കളമൊരുങ്ങുകയാണോ? ശുഭകരമായ സൂചനകൾ തന്നെയാണോ, ശുഭകരമായ വാർത്തകൾ തന്നെയാണോ സൗദിയിൽ നിന്നും പുറത്തു വരുന്നത്? തീർച്ചയായും ഏറെ ശുഭകരമായ വാർത്ത തന്നെയാണ് യുക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം സൗദിയിൽ നിന്ന് പുറത്തു വരുന്നത്. അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നടന്ന ചർച്ചയിൽ, റിയാദിൽ നടന്ന ചർച്ചയിൽ നിന്നും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും, അതായത് ഇപ്പോൾ ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സൗദി അറേബ്യയിൽ ചർച്ചകൾ നടത്തിയ 2 രാജ്യങ്ങൾ, അത് റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയുമാണ്. ഈ റഷ്യയും അമേരിക്കയും 2 രാജ്യങ്ങളും പ്രത്യേക പ്രതിനിധികളെ നിയോഗിക്കും ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനുള്ള തുടർ ചർച്ചകൾ നടത്തുന്നതിന്. അതായത് സെലൻസ്കിയുമായും അതുപോലെ യുക്രൈൻ്റെ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റുമായി ചർച്ചകൾ നടത്തേണ്ടി വരും. അത്തരത്തിലുള്ള നിരവധിയായ ചർച്ചകൾ നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നിലവിലെ അല്പസമയം മുമ്പുള്ള ഒരു പ്രസ്താവനയിലൂടെ വ്ളാഡിമർ പുടിൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ചർച്ചകൾക്ക് തയ്യാറാണ് യുക്രൈനുമായി എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നില്ല. മാത്രമല്ല, ഏത് രീതിയിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കേണ്ടത് അല്ലെങ്കിൽ നടക്കേണ്ടതെന്ന് സംബന്ധിച്ചുള്ള കുറേ കൂടെ വിശദമായ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ പുതിയ ടീമിനെ നിയോഗിക്കും, പ്രത്യേക ദൗത്യ സംഘത്തെ അല്ലെങ്കിൽ പ്രത്യേക പ്രതിനിധികളെ നിയോഗിക്കുമെന്നൊരു ധാരണയിൽ ഇരു രാജ്യങ്ങളും എത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, റഷ്യൻ വംശജരുള്ള അല്ലെങ്കിൽ റഷ്യയുടെ എത്നിക് പാരമ്പര്യമുള്ള വിഭാഗങ്ങൾ താമസിക്കുന്ന 2 പ്രദേശങ്ങൾ ഇപ്പോൾ നിയന്ത്രണം യുക്രൈൻ്റെ കസ്റ്റഡിയിലാണ്. ആ യുക്രൈൻ ഏതെങ്കിലും രീതിയിൽ ആ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാവുകയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാവുകയോ ചെയ്യുമ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ 2 പ്രവിശ്യകളുടെ സംബന്ധിച്ച ധാരണ കൃത്യമായി ഉണ്ടാകണമെന്ന ആവശ്യത്തിൻ്റെ മുകളിലാണ് തർക്കങ്ങൾ ആരംഭിച്ചത്. പിന്നീട് അങ്ങോട്ട് ആ തർക്കങ്ങൾ തുടരുകയായിരുന്നു. 2022 മുതൽ അതൊരു യുദ്ധത്തിലേക്ക് പോവുകയും തുടർച്ചയായ ഒരു യുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായ ഇടപെടൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി മാർക്കോ റൂബിയോ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ പ്രശ്നം പഠിക്കുന്നതിനും വിഷയം കൈകാര്യം ചെയ്യുന്നതിനുമായി പ്രത്യേകമായി നിയോഗിക്കുകയും അദ്ദേഹം ഇപ്പോൾ സൗദി അറേബ്യയിലെത്തി ഇതിൻ്റെ ഇത് സംബന്ധിച്ച കൂടിക്കാഴ്ചകൾ നടത്തുകയുമായിരുന്നു. ഈ കൂടിക്കാഴ്ചകളിൽ റഷ്യയെ പ്രതിനിധീകരിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും പങ്കെടുത്തിരുന്നു. ഈ 2 പേരുടെയും ചർച്ചകളിലാണ് ഏതൊക്കെ വിഷയങ്ങളാണ് പരിഹരിക്കപ്പെടേണ്ടത്, റഷ്യയുടെ ഏതൊക്കെ പ്രശ്നങ്ങളാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത്, അത് ഏത് രീതിയിലാണ് പരിഹരിക്കപ്പെടേണ്ടത് എന്ന് കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടി യുഎസും റഷ്യയും പ്രത്യേകം പ്രതിനിധികളെ നിയോഗിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതേസമയം മറ്റൊരു നിർണായകമായൊരു വിഷയം കൂടി, ഒരു സംഭവ വികാസം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ യുക്രൈന് പിന്നിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ യുക്രൈന് പിന്നിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ യുക്രൈൻ പ്രസിഡൻ്റ് എല്ലാം തന്നെ നേരത്തെ പറഞ്ഞിരുന്നത്
വ്ളാഡിമിർ പുടിൻ്റെ നിലപാട് തീർത്തും അംഗീകരിക്കാനാവുന്നതല്ല അല്ലെങ്കിൽ വിശ്വസിക്കാനാവുന്നതല്ല എന്നൊരു നിലപാടായിരുന്നു അദ്ദേഹം നേരത്തെ സ്വീകരിക്കുകയും യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയ്ക്കായി ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു നീക്കം നടത്തുകയും ചെയ്തു. ഇവിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇതുമായി ബന്ധപ്പെട്ട് ധാരണയിലെത്തുമ്പോഴും അത്യധികമായി പുതിൻ്റെ നിലപാട് തന്നെയാണ് സുപ്രധാനം. അവിടെ പുതിൻ ഏത് തരത്തിലായിരിക്കും ഇതിനോട് യോജിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ വിയോജിപ്പ് രേഖപ്പെടുത്തുമോ, അതാണ് ഏറ്റവും നിർണായകമാണ് അല്ലേ? തീർച്ചയായും പുടിൻ്റെ ഭാഗത്തു നിന്ന് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന പ്രശ്നം അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ യൂണിയൻ അംഗത്വവും അതുപോലെ തന്നെ നാറ്റോ അംഗത്വത്തിനും ശ്രമിക്കുന്ന യുക്രൈൻ ആ അംഗത്വത്തിന് ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ റഷ്യൻ എത്നിക് ഒറിജിനുള്ള ഈ രണ്ട് പ്രവിശ്യകളുണ്ട്, ഡാൻസക് എന്നൊക്കെ പറയുന്ന രണ്ട് പ്രവിശ്യകളുടെ നിയന്ത്രണാധികാരം ഏത് രീതിയിൽ വേണമെന്ന ഒരു അന്തിമ തീരുമാനം എടുക്കണമെന്ന വിഷയമാണ് തർക്കങ്ങളിലേക്ക് എത്തിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ് റഷ്യൻ റൂബിളാണ് ഈ രണ്ട് പ്രവിശ്യകളിലും അത് നാണയമായി പ്രയോജനപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അനുബന്ധമായ കാര്യങ്ങളെല്ലാം തന്നെ റഷ്യയോടാണ് കൂടുതൽ വിധേയത്വം പുലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ രണ്ട് മേഖലകളിലും. ആ മേഖലകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകണമെന്നാണ് പ്രസിഡന്റ് പുടിൻ്റെ ആവശ്യം. ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയും വ്ളാഡിമിർ പുടിനും വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ ചർച്ചകൾ പോലും നടക്കുകയും ചെയ്തു. ഈ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ശക്തമായ നടപടികളിലേക്ക് 2022 കടക്കുകയും ശക്തമായ പ്രതിരോധമുണ്ടാവുകയും പരസ്പരം വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തത്. ആ പ്രശ്നത്തിൽ കൃത്യമായൊരു പരിഹാരം റഷ്യയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ യുദ്ധം ശാശ്വതമായി സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് തുറന്നു കിട്ടുക. ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കത്തിന് ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ റഷ്യൻ ഉന്നതാധികാരികളും തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നെഗോസിയേഷൻ ഏത് രീതിയിലാണ് യുക്രൈനുമായി നടത്തുക അല്ലെങ്കിൽ യുക്രൈനുമായി ഇത്തരത്തിലുള്ള നെഗോസിയേഷൻ്റെ കൗണ്ടർ പാർട്ടാക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് സംബന്ധിച്ച ചില ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് പാരീസിൽ നടന്ന ചർച്ചകളിൽ. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പാരീസിൽ ഒരു ചർച്ചകൾ നടത്തിയിരുന്നു. അത് സംബന്ധിച്ച വാർത്തകളെല്ലാം തന്നെ നേരത്തെ നമ്മൾ കണ്ടതുമാണ്. ആ കാര്യത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത ആ യോഗത്തിൽ വളരെ കൃത്യമായൊരു നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും സാഹചര്യവശാൽ യുക്രൈൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന സാഹചര്യം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയാണെങ്കിൽ അമേരിക്ക അതിനും ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന നിലപാടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പാരീസിൽ ഇന്നലെ യോഗം ചേർന്ന് നിലപാടെടുത്തത്. അക്കാര്യം ഫ്രഞ്ച് പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോൺ കൃത്യമായി പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തു. അത് നേരിട്ട് ടെലിഫോൺ ചെയ്ത് ട്രംപിനെ അറിയിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ അമേരിക്കയുമായുള്ളൊരു നെഗോസിയേഷൻ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ളൊരു മധ്യസ്ഥതയുടെ സ്വഭാവത്തിലാണ് യുക്രൈൻ നടത്തുന്നതെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നിന്നും നമുക്ക് നിരീക്ഷിക്കാനാകുന്നത്. അത്തരത്തിലുള്ളൊരു ചർച്ച നടക്കുമ്പോൾ അടുത്തയാഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അമേരിക്ക സന്ദർശിക്കുന്നുണ്ട്, ട്രംപുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. ആ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ അറിയിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടൻ്റെ ഉൾപ്പെടെയുള്ള ഒരു നേതൃത്വത്തിൽ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും അതുപോലെയുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ ഒരു സംവിധാനമായിരിക്കും ഒരു പക്ഷേ മിക്കവാറും യുക്രൈന് വേണ്ടി സംസാരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു മധ്യസ്ഥ രീതിയിലേക്കുള്ള ചർച്ചയ്ക്ക് പ്രതിനിധികളായി യുക്രൈൻ്റെയും റഷ്യയുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും പ്രതിനിധികൾ എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അത്തരത്തിലുള്ള ചർച്ചകൾ ഉടൻ തന്നെ പ്രതിനിധികളെ നിയോഗിക്കുമെന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് അടുത്ത ആഴ്ച തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ യുക്രൈൻ ഉൾപ്പെടെ എത്തുകയാണെങ്കിൽ തുടർ ചർച്ചകൾ ഉടൻ തന്നെ ഉണ്ടാവുകയും ആ തുടർ ചർച്ചകൾ തീർച്ചയായും ഒരു യുദ്ധം അവസാനിക്കുന്ന ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങൾ തുറക്കുകയും ചെയ്യുമെന്നാണ് നിലവിലെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെർജി ലാവ്റോവും അതുപോലെ തന്നെ മാർക്കോ റൂബിയോയും 4 മണിക്കൂറോളം ഈ വിഷയം ചർച്ച ചെയ്തു സൗദി അറേബ്യയിലെ റിയാദിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല വിദഗ്ധരും അല്ലെങ്കിൽ ഉന്നത വ്യക്തികളും വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കൂടി നിരീക്ഷിക്കുമ്പോഴാണ് നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുന്ന ഒരു സൂചന തന്നെയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ 2022 ഫെബ്രുവരി മുതൽ തുടങ്ങിയ ആ ഒരു തുടർച്ചയായി കാലങ്ങളായി വാർത്തകളിലും അതുപോലെ തന്നെ ജീവിത പ്രശ്നങ്ങളൊക്കെയായി നിലനിൽക്കുന്ന ആ യുദ്ധത്തിൻ്റെ സാഹചര്യം അവസാനിക്കാൻ ഇനി അത്രയും കാലം വേണ്ട, അല്ലെങ്കിൽ 1-2 മാസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷ നൽകുന്ന ചർച്ചകൾ തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം തന്നെയാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും അത് കുറേ കൂടി കാര്യക്ഷമമായി നടപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. തീർച്ചയായും ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻകൈയെടുക്കുമെന്ന കർശന നിലപാടിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള മികച്ച പിന്തുണ ഉണ്ടാകുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും മൈസൺ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്നും ശുഭകരമായ വാർത്തകൾ തന്നെയാണ് വരുന്നത്. വർഷങ്ങൾ നീണ്ടുനിന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അത് അവസാനിക്കാൻ പോകുന്നു, സമാധാനത്തിൻ്റെ മാർഗം തുറക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൺ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.
ഉക്രൈനിൽ സമാധാനം പുലരുമെന്ന് ഉറപ്പുവരുത്തണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ. പാരീസിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ അധ്യക്ഷന്മാരുടെ യോഗത്തിലാണ് തീരുമാനം. അടുത്തയാഴ്ച അമേരിക്കൻ പ്രസിഡന്റുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വ്യക്തമാക്കി. യുദ്ധം അവസാനിച്ചാലും യുക്രൈന് സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയുടെ പിന്തുണ അനിവാര്യമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. വീണ്ടും യുക്രൈനെ ആക്രമിക്കാതിരിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കേണ്ടതുണ്ടെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു. പാരീസിൽ നടന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കളുടെ യോഗത്തിലാണ് സ്റ്റാമറുടെ നിലപാട്. അടുത്തയാഴ്ച ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അറിയിച്ചു. Europe must play its role, and I'm prepared to consider committing British forces on the ground alongside others if there is a lasting peace agreement. But there must be a US backstop, because a US security guarantee is the only way to effectively deter Russia from attacking Ukraine again. So I will go to Washington next week to meet President Trump and to discuss what we see as the key elements of a lasting peace. I spoke to President Zelensky on Friday and will do so again in coming days. And we envisage a further meeting with European colleagues. യുക്രൈനിൽ ശാശ്വത സമാധാനമുണ്ടാകണമെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചതായും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു. യുക്രൈനെ ഉൾപ്പെടുത്താതെ നടക്കുന്ന ചർച്ചകളുടെ ധാരണകൾ തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനാവില്ലെന്ന് വോളോഡിമർ സെലൻസ്കിയും അറിയിച്ചിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സമാധാന ചർച്ചകളിൽ കാര്യമായ പങ്കുവഹിക്കാനില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവ്റോവ് പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാരീസിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ മേധാവികൾ യോഗം ചേർന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. യുദ്ധാനന്തരം ഗാസയിലും ഉക്രൈനിലും ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്ക് പുറത്തുവിടാനൊരുങ്ങി ലോകബാങ്ക്. ഫെബ്രുവരി 25-നാണ് ഗാസയിലെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച പ്രഥമ റിപ്പോർട്ടും ഉക്രൈനിലെ തകർന്ന സംവിധാനങ്ങളെക്കുറിച്ചുള്ള പുതുക്കിയ റിപ്പോർട്ടും സമർപ്പിക്കുക. ഐക്യരാഷ്ട്ര സംഘടനയും യൂറോപ്യൻ യൂണിയനും ചേർന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ലോകബാങ്ക് ഓപ്പറേഷൻസ് MD അന്ന ബെർഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. തെക്കൻ ലെബനിലെ സിഡോണിൽ ഹമാസ് ഭീകരനെ വ്യോമാക്രമണത്തിൽ വധിച്ച് ഇസ്രയേൽ. ലെബനിലെ ഹമാസ് ഓപ്പറേഷൻസ് വിഭാഗം മേധാവി മുഹമ്മദ് ഷഹീനെയാണ് ഇസ്രയേൽ വധിച്ചത്. ഇറാന്റെ നിർദ്ദേശപ്രകാരം ഇസ്രയേൽ പൗരന്മാരെ ലക്ഷ്യമിട്ടുള്ള ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടത് മുഹമ്മദ് ഷഹീനായിരുന്നുവെന്ന് ഇസ്രയേൽ സൈന്യം ചൂണ്ടിക്കാട്ടി. തെക്കൻ ലെബനിൽ നിന്നും ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ആക്രമണം നടത്തിയത്. US-ന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് അതേ രീതിയിൽ തിരിച്ചും നികുതി ഏർപ്പെടുത്തുന്ന പുതിയ വ്യാപാര നയം പുറത്തിറക്കിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. നീതിയുക്തവും പരസ്പര അധിഷ്ഠിതവുമായ വ്യാപാരമാണ് ലക്ഷ്യമിടുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കി. വ്യാപാര രംഗത്തെ അന്യായ രീതികൾ അവസാനിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന നികുതി അതേ രീതിയിൽ ആ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾക്കും ചുമത്താൻ ലക്ഷ്യമിടുന്നതാണ് നയം. ഡൽഹിയിൽ രാഹുലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശശി തരൂർ മടങ്ങി. മാധ്യമങ്ങളെ കാണാതെയാണ് തരൂർ മടങ്ങിയത്. 10 ജൻപഥിന്റെ പിന്നിലെ ഗേറ്റ് വഴിയാണ് മടങ്ങിയത്. വിരളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, വിവാദ ലേഖനത്തിന് പിന്നാലെയാണ് രാഹുൽ തരൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതും കൂടിക്കാഴ്ച നടത്തിയതും. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല, അല്ലേ? സുരേഷ്, ഏതാണ്ട് 2 മണിക്കൂറോളം ഈ ഒരു സമവായ ചർച്ചകൾ ഉണ്ടായിരുന്നു. അതായത് ഈ പ്രധാനമായിട്ടും കേരളത്തിലെ വ്യാവസായിക രംഗത്തെ പുരോഗതിയെക്കുറിച്ച് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ തരൂർ എഴുതിയ ലേഖനം, അത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ച വിഷയമാണ്. ഇതിന് പിന്നാലെ ഈ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് ഈ CPM അക്രമ രാഷ്ട്രീയത്തെ വിമർശിച്ച് തരൂർ സാമൂഹ്യ മാധ്യമത്തിലിട്ട ഒരു പോസ്റ്റ് അദ്ദേഹം തിരുത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ നരഭോജി എന്നുള്ളൊരു പ്രയോഗം ആണ് അദ്ദേഹം തിരുത്തിയത്. അതായത് ഈ പെരിയയിൽ കൊല്ലപ്പെട്ട ശരത്ലാലിനും കൃപേഷിനും പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇട്ട FB പോസ്റ്റിൽ നരഭോജി എന്നൊരു പ്രയോഗം CPM-നെതിരെ നടത്തിയിരുന്നു. അത് അദ്ദേഹം തിരുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ആയപ്പോൾ അക്ഷരാർത്ഥത്തിൽ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയം വലിയ പ്രതിസന്ധിയിലേക്കും വലിയ കലുഷിതമായ അവസ്ഥയിലേക്കും എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലതവണ KPCC അധ്യക്ഷൻ ശശി തരൂരുമായി സംസാരിച്ചു. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് നേരിട്ട് സംസാരിച്ചു. ഇതിനെല്ലാം ഉപരി AICC-യുടെ കേരളത്തിന് ചുമതലയുള്ള
സെക്രട്ടറിമാരും തരൂരുമായി സംസാരിച്ചു. എന്നാൽ താൻ കൃത്യമായ വിവരങ്ങളുടെ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ വ്യാവസായിക നയത്തെ പുകഴ്ത്തി ഒരു ലേഖനം എഴുതിയത് എന്നുള്ളതാണ് തരൂർ വ്യക്തമാക്കുന്നത്. അത് തിരുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും തരൂർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിനെ വലിയ വെട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും ലേഖനങ്ങളുമായി പോയി തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് കോൺഗ്രസ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. നിക്ഷേപവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധവും വർദ്ധിപ്പിക്കുന്നതിന് ഖത്തറും ഭാരതവും ധാരണയിലെത്തി. ഭാരതം സന്ദർശിക്കുന്ന ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനിയുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയിലാണ് ധാരണ. ഇരു രാജ്യങ്ങളും വിവിധ രംഗങ്ങളിൽ ശക്തമായി സഹകരിക്കുന്നതിനും ധാരണയിലെത്തി. നിരവധി കരാറുകളും സന്ദർശന വേളയിൽ ഒപ്പുവച്ചു. ഭാരതത്തിൽ കൂടുതൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം നടത്താനുള്ള മേഖലകൾ സംബന്ധിച്ച് ധാരണയിലെത്തി ഖത്തർ. വാണിജ്യം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായ സഹകരണത്തിനുള്ള ധാരണകളാണ് ഒപ്പുവെച്ചത്. 1500 കോടി രൂപയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപമാണ് ഭാരതത്തിൽ ഖത്തറിൽ നിന്നുമുള്ളത്. വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ മേഖലകൾ ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ധാരണയായി. സുപ്രധാനമായ നിരവധി കരാറുകളും ഖത്തർ അമീറിന്റെ സന്ദർശന വേളയിൽ യാഥാർത്ഥ്യമായി. Currently has about $1.5 billion FDI in India in sectors like retail, power, IT, education, health, affordable housing, etc. Now, both leaders today identified a number of areas in which the Qatar Investment Authority can increase investments in India. This includes infrastructure, ports, shipbuilding, energy including renewable energy, smart cities, food parks, startups and new technologies such as artificial intelligence, robotics and machine learning. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയവരും ചർച്ചകളുടെ ഭാഗമായി. 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ഇടപാടുകൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കും. നിലവിൽ $1400 കോടി വാണിജ്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്. ഖത്തറിൽ നിന്നും ഭാരതം 75 ലക്ഷം മെട്രിക് ടൺ LNG വർഷം തോറും ഇറക്കുമതി ചെയ്യും. 2028 മുതൽ 20 വർഷക്കാലത്തേക്കാണ് പുതിയ കരാർ നടപ്പിലാക്കുക. 2 സുപ്രധാന കരാറുകളും 5 MOUകളും ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനിയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ ഒപ്പുവെച്ചു. ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഭാരതവും ഖത്തറും പരസ്പരം നിലപാട് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ നിലവിലെ അവസ്ഥയും ചർച്ചയായി. ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ ധാരണയിൽ പ്രധാന പങ്കുവഹിച്ച രാജ്യമാണ് ഖത്തർ. ഖത്തർ ജയിലിൽ കഴിയുന്ന ഭാരതീയർക്ക് മാപ്പ് നൽകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചയും നടന്നു. 2024 ജയിലിൽ കഴിയുന്ന 85 ഭാരതീയർക്ക് ഖത്തർ മാപ്പ് നൽകിയിരുന്നു. ജയിലിൽ കഴിയുന്ന നാവികരുടെ കാര്യം ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നിലവിൽ ഇടപെടാനാകില്ലെന്നും വിദേശകാര്യ വകുപ്പിലെ ഖത്തർ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറി അരുൺകുമാർ ചാറ്റർജി അറിയിച്ചു. നാഷണൽ ഡെസ്ക്, ജനം. ഖത്തർ ജയിലിൽ കഴിയുന്ന ഭാരതീയർക്ക് മാപ്പ് നൽകുന്നത് സംബന്ധിച്ച ചർച്ചാ പുരോഗതിയിൽ. ജയിലിൽ കഴിയുന്ന 85 ഭാരതീയർക്ക് ഖത്തർ 2024 മാപ്പ് നൽകിയിരുന്നുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ്. ഖത്തർ ജയിലിൽ കഴിയുന്ന നാവികരുടെ കാര്യം ഇപ്പോഴും കോടതി പരിഗണനയിലാണെന്നും വക്താവ് അറിയിച്ചു. ഐസൻ ജോസ് ചിരികൻ. ഐസൻ, നിർണായകമായ പല വിഷയങ്ങളിലും ധാരണയിലെത്തിയിരിക്കുന്നു. ഈ ജയിലിൽ കഴിയുന്ന 85 ഭാരതീയർക്ക് ഖത്തർ 2024 തന്നെ മാപ്പ് നൽകിയിരുന്നുവെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഖത്തർ ജയിലിൽ കഴിയുന്ന നാവികരുടെ കാര്യം, ഇതുമൊക്കെയായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? തീർച്ചയായും സുരേഷ്, ഈ നാവികരുടെ മോചനം, അതായത് നമുക്കറിയാവുന്നതാണ് ഖത്തർ ജയിലിൽ കഴിയുന്ന മുതിർന്ന നാവികർ അത് സമുദ്രാതിർത്തി ലംഘിച്ചു എന്നൊരു വിഷയത്തിൽ കേസിൽ അകപ്പെട്ട് അവിടെ കഴിയുന്ന നാവികരുടെ മോചനം സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നം പ്രധാനമായുമുള്ളത് ഈ നാവികർക്ക് ഇപ്പോഴും അവിടെ കേസ് കോടതിയിലുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇടപെടുന്നത് സബ്ജുഡീസ് ആകാനുള്ള സാധ്യതയുള്ളതിനാൽ അക്കാര്യത്തിലുള്ള ചർച്ചകൾ, എക്സിക്യൂട്ടീവ് തല ചർച്ചകൾ സാധ്യമല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അക്കാര്യത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഖത്തർ ജയിലിൽ കഴിയുന്ന 600ഓളം ജയിലിൽ കഴിയുന്ന ഭാരതീയരുണ്ട്. ഈ 600ഓളം പേരെയും
പേരിൽ 85 പേർക്ക് മാപ്പ് നൽകി കഴിഞ്ഞ 2024 വിട്ടയച്ചിരുന്നു. കാലാകാലങ്ങളായി ഇത്തരത്തിൽ മാപ്പ് നൽകി വിട്ടയക്കുന്നൊരു രീതിയുണ്ട്. ഇപ്പോൾ 25-ലും അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അത് 24 പേരെയാണ് വിട്ടയച്ചിരിക്കുന്നത്, 85 പേരെയാണ് വിട്ടയച്ചിരിക്കുന്നത് എങ്കിൽ 25-ൽ അത് കുറേ കൂടി കൂടുതൽ പേരെ വിട്ടയക്കുന്നതിനുള്ളൊരു സാധ്യതയിലേക്ക് കൂടി കാര്യങ്ങൾ തുറക്കുന്നതിനുള്ള നീക്കമാണ് നടത്തുന്നത്. അത്തരത്തിൽ ജയിലിൽ കഴിയുന്ന നാവികരുടെ വിഷയത്തിൽ ഇടപെടാനാവാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിലും തുടർ നിയമ നടപടികൾ അക്കാര്യത്തിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള നീക്കമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് അവിടെ ജയിൽ ശിക്ഷ വിധിക്കപ്പെടുന്ന കുറ്റവാളികൾക്ക്, അത് ഭാരതീയരാണെങ്കിൽ ഭാരതത്തിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നത് സംബന്ധിച്ചൊരു ധാരണയുണ്ട്. അത്തരത്തിലുള്ള കരാറുകൾ പല രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ അത്തരത്തിലുള്ളൊരു കരാറിനുള്ള സന്നദ്ധത ഭാരതം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭാരതത്തിൻ്റെ ഇത്തരത്തിലുള്ള ജയിലിൽ കഴിയുന്നവരോടെ ഉള്ളപ്പോൾ ഭാരതത്തിലെ ജയിലിൽ അവർ തടവ് ശിക്ഷ, അവിടെ വിധിച്ച ശിക്ഷ ഭാരതത്തിൽ അനുഭവിക്കുകയാണെങ്കിൽ, അതിനുള്ള സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് സ്വന്തം നാട്ടിൽ തിരിച്ചു വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. മാത്രമല്ല പരോൾ അനുവദിക്കുന്ന രീതിയിലൊക്കെ അവർക്ക് വീണ്ടും കുറേ കൂടി സൗകര്യങ്ങളുണ്ടാകും തടവ് ശിക്ഷ അനുഭവിക്കുന്നതിന് എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ഈ ഒരു രീതിയിലുള്ള ഒരു ധാരണയ്ക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായും അതിനുള്ള ധാരണകൾ അല്ലെങ്കിൽ നിലപാടുകൾ കൃത്യമായി ഖത്തറിനെ അറിയിച്ചിട്ടുണ്ട്. ഖത്തർ അക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഖത്തർ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അറിയിക്കുന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും അവിടെ വിധിച്ച ശിക്ഷ ഭാരതത്തിൽ അനുഭവിക്കുന്നതിനും ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഖത്തർ പൗരന്മാർ ഭാരതത്തിൽ ഇത്തരത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അവരെയും കൈമാറുന്നതിനുള്ളൊരു ധാരണ ഉണ്ടാകും. ഇത്തരത്തിൽ പരസ്പര ധാരണയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ മാപ്പ് നൽകി മോചിതരാകുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് കൂടുതൽ പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടുന്നത്. സുരേഷ് വിശദാംശങ്ങൾ നൽകിയത്. കാനഡയിലെ ടൊറന്റോയിൽ വിമാനാപകടം. ലാൻഡ് ചെയ്ത ശേഷം ഡെൽറ്റ വിമാനം തലകീഴായി മറിയുകയായിരുന്നു. ടൊറന്റോയിലെ പിയേഴ്സൺ അന്താരാഷ്ട്രീയ വിമാനത്താവളത്തിലായിരുന്നു അപകടം. 18 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് വിവരം. 80 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. കനത്ത കാറ്റും മഞ്ഞുവീഴ്ചയുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. സംഭവത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ 2 റൺവേകൾ അടച്ചിട്ടു. ഡൽഹിയിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച രാംലീല മൈതാനിയിൽ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. നാളെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. BJPയുടെ നിയുക്ത 48 MLA-മാർ നാളെ യോഗം ചേർന്നാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക. പർവേഷ് വർമ്മ, ആശിഷ് സൂദ്, രേഖ ഗുപ്ത, വിജേന്ദർ ഗുപ്ത തുടങ്ങി നിരവധി പേരുകൾ പരിഗണനയിലുണ്ട്. 30,000-ഓളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ചരിത്രപ്രസിദ്ധമായ രാംലീല മൈതാനിയിലാണ് സത്യപ്രതിജ്ഞ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, NDAയുടെ 20 മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ നടക്കുന്ന BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വൻ ആഘോഷമാക്കാനാണ് പാർട്ടി ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ള നിർദ്ദേശം. 1998-ൽ സുഷമ സ്വരാജായിരുന്നു ഡൽഹിയിലെ അവസാന BJP മുഖ്യമന്ത്രി. അധർമ്മത്തിന് മേലുള്ള ധർമ്മത്തിന്റെ വിജയമാണ് രാംലീലയുടെ സന്ദേശം. ഡൽഹിയിൽ ധർമ്മം വിജയിച്ചെന്ന് BJP പ്രഖ്യാപിക്കുന്നു. അതിനാൽ നവരാത്രി കാലത്ത് രാംലീല നടക്കുന്ന രാംലീല മൈതാനിയിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ നിന്ന് മനോജ് കുമാറിനൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം. യൂട്യൂബർ രൺവീർ അലഹബാദിയുടെ അശ്ലീല പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. രൺവീർ നടത്തിയത് വൈകൃത നിറഞ്ഞ പരാമർശമാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആർക്കും എന്തും പറയാനാകില്ലെന്നും സുപ്രീംകോടതി. അലഹബാദിയോട് തൽക്കാലം റിയാലിറ്റി ഷോയിൽ നിന്ന് വിട്ടുനിൽക്കാനും കോടതി നിർദ്ദേശം നൽകി. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ കേരളം ശക്തമായ നിലയിൽ. 2ാം ദിവസം കളി നിർത്തുമ്പോൾ 7 വിക്കറ്റിന് 418 റൺസിന്റെ നിലയിലാണ് കേരളം. സെഞ്ചുറി നേടിയ മുഹമ്മദ് അസറുദ്ദീന്റെ പ്രകടനമാണ് കേരളത്തിന്റെ നില ഭദ്രമാക്കിയത്. 4 വിക്കറ്റിന് 206 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് തുടങ്ങിയ കേരളത്തിന് 2ാം പന്തിൽ തന്നെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ വിക്കറ്റ് നഷ്ടമായി. 69 റൺസ് എടുത്ത സച്ചിൻ ബേബിയെ അർസൻ മാക്സ്വെല്ലയാണ് പുറത്താക്കിയത്. തുടർന്ന് 6ാം വിക്കറ്റിൽ ഒത്തുചേർന്ന സൽമാൻ നിസാറിൻ്റെയും മുഹമ്മദ് അസറുദ്ദീൻ്റെയും കൂട്ടുകെട്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിന് നിർണായകമായത്. വളരെ കരുതലോടെയാണ് ഇരുവരും ഇന്നിംഗ്സ് മുന്നോട്ട് നീക്കിയത്. 175 പന്തുകളിൽ നിന്നാണ് അസറുദ്ദീൻ സെഞ്ചുറി തികച്ചത്. രഞ്ജിയിൽ അസറുദ്ദീൻ്റെ 2ാം സെഞ്ചുറിയായിരുന്നു ഇത്. വൈകാതെ അർദ്ധ സെഞ്ചുറി തികച്ച സൽമാൻ നിസാർ 52 റൺസ് എടുത്ത് നിലനിൽക്കെ വിശാൽ ജയ്സ്വാളിന്റെ പന്തിൽ പുറത്തായി. ഇരുവരും ചേർന്ന് 149 റൺസാണ് 6ാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത്. സീസണിൽ ഇത് 3ാം തവണയാണ് ഇരുവരും ചേർന്നുള്ള കൂട്ടുകെട്ടിൽ 100 റൺസിലേറെ പിറക്കുന്നത്.
തുടർന്നെത്തിയ അഹമ്മദ് ഇമ്രാൻ 24 റൺസെടുത്ത് മടങ്ങി. 3 വിക്കറ്റെടുത്ത അർസൻ നാക്സ്വെല്ലയാണ് ഗുജറാത്ത് ബൌളിംഗ് നിരയിൽ തിളങ്ങിയത്. പ്രിയജിത് സിംഗ് ജഡേജയും രവി ബിഷ്ണോയിയും വിശാൽ ജയ്സ്വാളും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. സ്പോർട്സ് ഡെസ്ക്, ജനം. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്.